വരുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഒരു പ്രസംഗം കേട്ടു. അവൻ ഇബ്നു ഹജറുൽ ഹൈതമി സുന്നിയല്ല എന്നാ പറയുന്നത്. ഇബ്നു ഹജറുൽ ഹൈതമി പക്ഷപാതിയാണെന്നാണ് പറയുന്നത്. ഏത് തോന്നിവാസവും നാവ് കൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ കാക്കട്ടെ, ഈമാന് രക്ഷപ്പെടുത്തട്ടെ. നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അതാ ചില കക്ഷികൾ വരും. യത്തി അലന്നാസി സമാനുൻ. അതുപോലെ ധാരാളം വാചകങ്ങൾ ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാം. അതേ ഖിയാമത്ത് നാൾ ആകുമ്പോൾ വരുന്നൊരു കൂട്ടരുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന. അവർ കബളിപ്പിക്കുന്നവരാണ്, ധാരാളം കള്ളം പറയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ക്ലിപ്പ് മുറിക്കലാണ്. അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കദ്ദാബുകളുടെയും സ്വഭാവം. ഏതുപോലെ ജൂതന്മാരങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എല്ലാ ഇമാമീങ്ങളും മഹാനവറുകളെ അംഗീകരിച്ചു. എല്ലാവരും മഹാനവറുകളിൽ വിശ്വാസമർപ്പിച്ചു. ഒരു പണ്ഡിതൻ പോലും മഹാനവറുകൾക്കെതിരെ അക്കാലഘട്ടത്തിലോ ശേഷമോ വിവരമുള്ളവർ സംസാരിച്ചിട്ടില്ല. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പച്ചത്തോന്നിവാസം പറയുന്ന ആളുകൾ ഇറങ്ങിയ കാലമാണിത്. നമ്മുടെ കേരളത്തിൽ പോലും ഒരിക്കലും മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകരുത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ടോപ്പിലുള്ളൊരു മഹാപണ്ഡിതനാണ്. ഒരുപാട് കറാമത്തുകളുള്ള ആളാണ്, ഒരുപാട് മഹത്വമുള്ള ആളാണ്. അവിടുത്തെ മഹത്വം പറയാൻ ഒരുങ്ങിയാൽ മാസങ്ങളോളം വഅദ് പറഞ്ഞാൽ തീരൂല. തസാനീഫു ഇൽമിൻ സാദ ഫിൽ കമ്മി അദ്ദുഹാ അല സബഇ വത്തിസീന ഹററഹൽ ഹസ്ബൂ. 97ഓളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് സുന്നിയല്ല എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു വേദന. അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, വലൗ ജാസ യബ്ഖാ കരീമൻ മുഖല്ലദാ ലകാന റസൂലുള്ളാഹി വസാദത്തുസ് സഹബൂ ഫയാ മഅശറൽ ഇഖ്വാനി ഉസ്ബത ശൈഖിനാ തഅസ്സൗ ഫഇന്ന ബഅദ സഹലഹുൽ ഖുർബൂ. അവിടുത്തെ ശിഷ്യന്മാരായ ഇമാമിങ്ങൾ പാടുകയാണ്, നിങ്ങളതാ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പിന്തുടർന്നോളൂ. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഫതാവൽ ഹദീസി ആകട്ടെ, ഫതാവൽ കുബ്രയാകട്ടെ, അവിടുത്തെ ശറഹുൽ ഇർഷാദ് ആകട്ടെ, ഫതുൽ ജവാദ് എന്ന ചെറിയ ശറഹാകട്ടെ, ഇംദാദ് എന്ന വലിയ ശറഹാകട്ടെ, തുഹ്ഫയാകട്ടെ, ഇശ്റാഹുൽ ഇളാഹാകട്ടെ, ഫതുൽ മുഈനാകട്ടെ, ഏത് കിതാബ് നോക്കിയാലും അതിലെല്ലാം നല്ല മുത്തുമണികളാണ്. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ സുന്നിയല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരിറങ്ങിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല പറഞ്ഞു വന്നത്. അസൂയ എന്ന് പറയുന്ന രോഗം അത് വളരെ കടുത്ത രോഗമാണ്. അത് നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ ഖൽബ് തഖ്വയുള്ളതല്ല.
ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു ഖബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഖൽബ് ശുദ്ധിയാകണം. അത്തഖ്വാ ഹാഹുനാ തഖ്വാ ഹാഹുനാ തഖ്വാ ഹാഹുനാ. ഇവിടെയാണ് തഖ്വ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഹൃദയം നന്നാകണം. മറ്റൊരാളെ സംബന്ധിച്ച് അസൂയ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ കിബറുണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി. ആ ഹാഫിളു ദഹബി തന്നെ പറയുകയാണ്, ഇബ്നു തൈമിയക്ക് വലിയ കിബറായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കദ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ, അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് പേരോട് ഇപ്പോൾ ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇബ്നു തൈമിയെ വെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് പറയാനും ഒരു കാരണമുണ്ട്, അതെന്തേ? അത് പറയേണ്ട സമയത്ത് അത് പറയണം. അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു. അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട് എന്ന്, അല്ലാഹ് കസേരമ കുത്തിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി അംഗീകരിക്കണമെന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കണം. ഇബ്നു തൈമി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്ക് ഫതാവൽ ഹദീസിൽ, അതുപോലെ മറ്റുള്ള കിതാബുകൾ ഒന്ന് വായിച്ചു നോക്ക്. ഒന്നും രണ്ടൊന്നല്ല, എത്ര കിതാബിലാ പറഞ്ഞു. ഇമാം സുബ്കി പറഞ്ഞ് വായിച്ചു നോക്ക്. എന്തിനധികം പറയണേ, ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ് വായിച്ചു നോക്കാൻ. ഞാൻ കുറെ കിതാബുകളൊന്ന് ഉദ്ധരിച്ചു. സുഹൃത്തുക്കളെ, അത് തന്നെ ഇപ്പം പറയാനുള്ളൂ. ഇപ്പൊ പുതിയൊന്നും പറയുന്നൊന്നുമില്ല, പണ്ട പറഞ്ഞ ഇപ്പം പറയുന്നു. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണോ? ഞാൻ ഇന്നലെ വയത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ആ പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൗബില്ല എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ്. ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാക്കാണ് ഹിബ്റുൽ ഉമ്മ. അയാളോട് പറഞ്ഞ ഒന്നാണ്, ഇയാളോട് പറഞ്ഞ ഒന്നാണ്. അതെന്തേ കാരണം? അതിന്റെ കാരണം ആദ്യത്തെ ആള്, അയാൾക്കൊരു സാഹചര്യം ഉണ്ട്. അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൊന്നാല് തോബ ഉണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട്. തോബ ഉണ്ട് എന്നാ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത്? തോബില്ല. രണ്ടാമത്തെ ആൾ അങ്ങനല്ല, അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി. ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദുണ്ട്, പടച്ചോൻ എന്നെ സ്വീകരിക്കോ ഇല്ലേ. അയാളോട് പറഞ്ഞ മറുപടിയാണ് തോബുണ്ട്. മറ്റാളോട് പറഞ്ഞ തോബില്ല. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദമിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം. ഇതൊന്നും പഠിക്കാത്ത ചില ആളുകളുണ്ട്. അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാത്ത, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും. ഇതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ്? അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക, ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ?
അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു തൈമിയ്യ തന്നെ ഹിജ്റ 600 ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ്. അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല. അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമികളുടെ കാലത്തുള്ളതല്ല. ഹിജ്റ 600ഓളം കൊല്ലത്തിലെടുക്കാൻ ജനിച്ചിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. വാഴക്കാട്ട് അപ്പുറത്തുള്ള മൗലവി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ഒറ്റൊന്ന് പറയൽ ഒന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ്. കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അതിന്റെ വിളമ്പ് അല്ലാണ്ട് അച്ചാർ മാത്രമുള്ള പിന്നെ അച്ചാർ മാത്രം വിളമ്പ് എന്നല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി വാങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല. അത് പറയേണ്ട സദസ്സല്ല ഇത്. പക്ഷേ ഞാനത് പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തരീഖത്തുകാർ. കള്ളത്തരീഖത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഖാദിയാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ്. അവർ പരസ്പരം പറയാണ്. മുജാഹിദ് പറയും, ഞങ്ങളിപ്പോ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് ആയിട്ടുണ്ട് എന്ന് പറയും. നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം. അപ്പൊ എന്താവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ അതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് ഒരു പരിപാടി, ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുൽ ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ തുഹ്ഫയിലും ഫതാവയിലൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും. പറഞ്ഞൊക്കെ കാണാൻ കഴിയും. അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അത് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഖൽബിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, ഖൽബിൽ കിബ്ർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവന്റെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകാൻ പാടില്ല. പിന്നെ അവൻ എത്ര മൗലിദ് ഓതിയിട്ടും കാര്യമില്ല, എത്ര റാത്തീബ് ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. നബി തങ്ങളാ പറഞ്ഞത്, മൻ അഹ്ദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, ഒരു ബിദ്അത്തുകാരനെ പുത്തൻവാദിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വജനങ്ങളെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചാലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ, നോമ്പ് സ്വീകരിക്കുള്ളൂ, സദഖ സ്വീകരിക്കുള്ളൂ, ഖുർആനോത്ത് സ്വീകരിക്കുള്ളൂ. മൗലിദും റാത്തീബും സദഖയും ഒന്നും സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്ത് വിട്ടാ സ്വീകരിക്കൂല. അതാണ് നബിതങ്ങളും പഠിപ്പിച്ചത്. ഹത്താ യർതദിഅ ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ. പുത്തൻവാദിയുടെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. ഹത്താ യർതദിഅ, അവൻ തിരിച്ചു വരുന്നത് വരെ. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഉറച്ച സുന്നിയായി ജീവിക്കണം. ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന സർവ്വ ഇമാമിങ്ങളെയും സുന്നിയല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശ്രമിച്ചിട്ടുണ്ട്. അതായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞപ്പോ അതാ ഇമാം ശാഫിഈ റാഫിദിയാണെന്ന് പറഞ്ഞു. റാഫിദി എന്ന് പറഞ്ഞാൽ ഷിയത്തിന്റെ ഷിയാക്കളെ കൂട്ടത്തിൽ കടുത്ത ഷിയാക്കളാണ്. അങ്ങനത്തെ ഒരാളാണ് ഇമാം ഷാഫി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷാഫി ഇമാം ചൊല്ലിയത്,
അതേ ഇൻകാന റഫ്ളൻ ഹുബ്ബു അലി മുഹമ്മദി ഫല്യസ്ഹദി ത്ഖലാനി അന്നി റാഫിളി. നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് റാഫിലുകളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റാഫിലിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പറഞ്ഞോളൂ, ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞോളൂ, ഞാൻ നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറൂല. ഓ സുഹൃത്തുക്കളെ, ഇതേതാ കാലം എന്നറിയോ നിങ്ങള്? ഇതിനു മുമ്പ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ്, വ്യാജത്തരീക്കത്തുകാരനാണ്. അവൻ പാട്ടുപാടുകയാണ്. എന്താ പാട്ടുപാടുന്നത്? നിങ്ങളെ പടച്ചവനാരാ? ഞങ്ങളെ പടച്ചവൻ മടവൂരാ. അങ്ങനെ പടച്ചവനാണ് മടവൂര് ശൈഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ്. ഇന്നാലില്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെയും മടവൂർ ശൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓതിയ സുന്നിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, മടവൂര് ശൈഖ് പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു, അതിൽ പറയുന്നത് എന്താണ്? അർശിന്റെ അധിപനും മടവൂരാണ്, മാലിക്കുൽ മുലൂക്കും മടവൂരാണ്. ഇന്നാലില്ലാഹ്. ഇത് ഏത് കള്ളത്തരീഖത്താണെന്നറിയോ? അതാ മുത്തലഖ്, ഇത്തിഹാദുൽ മുത്തലഖ് എന്ന് പറഞ്ഞൊരു വാദമുള്ള കുറെ കള്ളന്മാരുണ്ട്. ആ കള്ളത്തരീഖത്തിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നുണ്ട്. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഇവന്റെ മറുപടി എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്. നീ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? നമ്മളെ പേരും അറിയില്ലേ? ഇവന്റെ മറുപടി, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ്? മഹാനവറുകൾ പറയാണ്, ആരുമില്ല എൻ്റെ അടുത്ത്. ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നതാ. ഞാൻ ചോദിച്ചു, മന്നാന്താ, നീ ആരാ? അവൻ പറഞ്ഞു, അനല്ലാഹ്, ഞാൻ അള്ളയാണ്. വന്ന ചങ്ങാതി പറയാണേ, അനല്ലാഹ്, ഞാൻ അള്ളയാണ്. ഫഖുൽതു ലഹു കഫർത യാ കൽബ്. എടാ ഡേഷേ, നീ കാഫിറായി എന്ന് പറഞ്ഞു ഞാൻ അവനോട്. ഫഖാല, അപ്പൊ അവൻ ഉടനെ പറഞ്ഞു, അനൽ കൽബ്, ഞാൻ ഡേഷാണ്, ഞാൻ കൽബാണ്. ഉടനെ ഇവൻ പറയാ, വാന റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളയാണ്. വാനൽ യഹൂദി, ഞാൻ യഹൂദിയാണ്. വാനൻ നസ്രാനി, ഞാൻ നസ്രാനിയാണ്. വാന തയ്യിബ്, ഞാൻ നല്ലോനാണ്. വാനൽ അദിറ, ഞാൻ വെറും കാഷ്ടാണ്. ഇവന് പറയാണ്, ഫഅറത്തു അൻ അഖ്ബദ അലൈഹി ഹത്താ യതിഅഹദു മിൻ ഇഖ്വാനി വഅർഫഉ ഇലാ ഹുകാമി ശരീഅത്തി ഫഖറജ. ഞാൻ അവരെ പിടിച്ചു നിർത്തിയിട്ട് അവിടെയുള്ള ജഡ്ജിമാരെ മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവൻ തെറ്റിക്കളഞ്ഞു, മൂടിക്കളഞ്ഞു. ഇതേതാ ജാതി? മഹാനവറുകൾ പറയാണ്, ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, അതാണ് കക്ഷി. അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ്? മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറയാം. ഇത് കുഫറാണെന്ന് പറയണ്ടേ ജനങ്ങളോട്? അത് പറയാൻ തയ്യാറാകുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കള്ളത്തരീക്കത്തുകാരൻ. മനുഷ്യന്മാരെ ഈമാൻ നശിപ്പിക്കുകയാണ്. ഈമാൻ പോയിട്ട് എന്ത് കിട്ടിയിട്ടെന്താ ഇവിടെ കാര്യം? ഓ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനയാണ് ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത്. മുൻഗാമികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹീകളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ്. കാരണം ഈ വ്യാജന്മാർ ഈമാൻ നശിപ്പിക്കുന്നവരാണ്.
അവര് മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ്. പടച്ചവന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്നവരും, ഹബീബ് നബി സല്ലല്ലാഹു നിങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവരും, അതുപോലെ തന്നെ ഇസ്തിഗാസ ചെയ്ത കാഫിറാണെന്ന് പറയുന്നവരും, അങ്ങനെ തുടങ്ങി ബർക്കത്തെടുത്ത കാഫിറാണെന്ന് പറയുന്നവരും, അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ്. ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട്. ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ്. ഈമാൻ പോയാൽ, സുന്നത്ത് ജമാഅത്ത് പോയാൽ നിങ്ങൾ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. അല്ലാഹു ഒന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. ഇതുപോലെ തന്നെ ശൈഖന്മാരെ ശൈഖായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളും പറയുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദിന്റെ അടുത്ത് വന്ന ചങ്ങാതി ഞാൻ അള്ളയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബ്ലീസാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട്. അതും വേണ്ട, അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല. മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷപാതിത്വപരമായിട്ടാണെന്ന് നുഅ്മാനുൽ ആലൂസി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞു. ആ നുഅ്മാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു. ആ നുഅ്മാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു. പക്ഷേ എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ആരും ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട, കറപ്പിക്കാനും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല. അത് റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ്. ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്കൊരു കാലഘട്ടത്തിലുമില്ല. അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത്. ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇമാമിങ്ങളെ വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ നമുക്കതിന് ഉത്തരവാദിത്തമില്ലല്ലോ. അവരതിന് കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ, അവര് പഠിച്ച് പറയുന്നവരാണല്ലോ, അവരത്രയും ശുദ്ധന്മാരാണല്ലോ. അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി അതാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൂടാ. വേറെയും കുറെ ആൾക്കാരുണ്ട്. സിദ്ദീഖ് ഖാൻ എന്നൊരു ഖാനുണ്ട്. അയാളും ഈ ശൗഖാനിയെയും ഇബ്നു തൈമിയൊക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളാണ്. അയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിസ്കാരം കളായാൽ കളാവ് വീട്ടണ്ട. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അതിനെന്താ കാരണം പറഞ്ഞത്? മനഃപൂർവ്വം കളാവ് വീട്ടണ്ട, അതേ സമയത്ത് മറന്നിട്ടാണേ കളാവ് വീട്ടണോ? വല്ലാത്ത വിവരം തന്നെ. ഒരാൾ ഒരു 10,000 രൂപ കടം വാങ്ങി കൊടുക്കാൻ മറന്നുപോയി, എന്നാ കൊടുക്കണം. മനഃപൂർവ്വം കൊടുത്തില്ലെങ്കിലോ പിന്നെ കൊടുക്കണമെന്നില്ല. നല്ല ന്യായല്ലേ, നല്ല ബുദ്ധിയല്ലേ? സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇസ്തിസ്ഖാർ എന്ന് പറയുന്ന കിതാബില് അതിനെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിമീങ്ങളെ, നിസ്കാരം ഖളാകാതെ നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും നമ്മൾ ഖളാക്കാൻ പാടില്ല. അഥവാ ഒരു മനുഷ്യൻ മറന്നുപോയതിന്റെ പേരിലോ അല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയതിന്റെ പേരിലോ ഖളാ ആയിപ്പോയാൽ അവൻ കുറ്റക്കാരനല്ല. പക്ഷെ ഉറക്ക് തെളിഞ്ഞാൽ നമ്മളത് ഖളാ വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഉറങ്ങിപ്പോകാതെ സുബ്ഹിന്റെ സമയത്ത് വിളിക്കുമെന്ന് ഏറ്റെടുത്തു സഹാബി.
പക്ഷേ മഹാനവറുകൾ ഉറങ്ങിപ്പോയി, എല്ലാവരും ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഉറക്കം തെളിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉറക്കം തെളിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് കുറച്ചകലേക്ക് പോയി. കാരണം ആ താഴ്വര ഒരു ശൈത്താനിന്റെ ശർറുള്ള താഴ്വരയാണ്. അവിടെ വെച്ചാണ് ഉറങ്ങിപ്പോയത്. അവിടുന്ന് കുറച്ചപ്പുറം പോയിട്ട് നിസ്കാരം ഖളാ വീട്ടിയത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്നാൽ ഈ പറയുന്ന പുത്തൻവാദികളും പറയുന്നു ഖളാ ഉറങ്ങിപ്പോയാൽ ഖളാ വീട്ടണം, ഇതുപോലെ മറന്നാലും ഖളാ വീട്ടണം. പക്ഷേ മനഃപൂർവ്വം ഖളാ വീട്ടണ്ട. വല്ലാത്ത വാദം തന്നെ. ഇബ്നു തൈമിയോ ശൗക്കാനിയോ ഏത് കക്ഷികൾ പറഞ്ഞാലും ഇത് അംഗീകരിക്കാൻ മുസ്ലിമീങ്ങളെ കിട്ടില്ല. കാരണം അവരാ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം കടുത്ത തെറ്റായ കണ്ടുപിടുത്തമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും പറയാൻ പറ്റൂല. ഇബ്നു തൈമിയും ശിഷ്യന്മാർക്കും ഒരു പതിവുണ്ട്. അവർക്ക് പറ്റിയതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരു പതിവുണ്ട്. ഇമാമിങ്ങൾ പറയാണ്, അതിലൊന്നും നമുക്ക് വിട്ടുപോകാൻ പറ്റൂല. എന്തേ വാദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ മന്നാമ അൻ സലാത്തിൻ ഔ നസിയഹാ, വല്ലവനും ഒരു നിസ്കാരം മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ ഫല്യുസല്ലിഹാ ഇദാ ദകറഹാ, ഓർമ്മ വന്നാൽ അവൻ നിസ്കരിക്കണം. ഉറക്ക് തെളിഞ്ഞാൽ നിസ്കരിക്കണം, ഓർമ്മ വന്നാൽ നിസ്കരിക്കണം. ഈ ഹദീസ് എടുത്തിട്ട് പറയാണ് ഈ കക്ഷികള്, അള്ളാന്റെ റസൂല് പറഞ്ഞ ഉറങ്ങിപ്പോയാ നിസ്കരിക്കണം, മറന്നുപോയാൽ നിസ്കരിക്കണോന്നല്ലേ, മനഃപൂർവ്വമായാ നിസ്കരിക്കണോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഏത് മനുഷ്യനാ തിരിയാത്ത? ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഉറങ്ങിയാൽ കുറ്റക്കാരനല്ലല്ലോ, മറന്നാലും കുറ്റക്കാരനല്ലല്ലോ. കുറ്റക്കാരനല്ലാത്തത് കൊണ്ട് പിന്നെ ഖളാ വീട്ടണ്ടെന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത്. മറ്റേ മനഃപൂർവ്വമാണ് പിന്നെ ഖളാ വീട്ടണോ, ആർക്കും ഒരു സംശയം ഉണ്ടാവുമോ? പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഈ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന കക്ഷികളോട് പണ്ഡിതന്മാര് ചോദിച്ച ചോദ്യം, അള്ളാന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞു, ലാ യബൂലന്ന അഹദുക്കും ഫിൽ മാഇ ദാഇമി സുമ്മ യഗ്തസിലു മിൻഹു, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആരും മൂത്രമൊഴിക്കരുത്, പിന്നെ അതിൽ നിന്നെടുത്ത് കുളിക്കുകയും ചെയ്യരുത്. ഈ ഹദീസ് എടുത്തിട്ട് ഒരു വിവരമില്ലാത്തവൻ പറയാണ്, എന്താ നബി തങ്ങൾ പറഞ്ഞത്? കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചിട്ട് അതിൽ നിന്ന് കുളിക്കരുത് എന്നല്ലേ പറഞ്ഞത്? ആ, എന്നാ പിന്നെ അതിൽ കാട്ടിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം മൂത്രമൊഴിച്ചിട്ട് അതിൽ നിന്ന് കുളിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കാട്ടിച്ചാലും ഇന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് കാട്ടിച്ചാ കുഴപ്പമില്ല എന്നൊരു കണ്ടുപിടിച്ചാൽ അവന്റെ ബുദ്ധി എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ അവൻ മൂത്രിച്ചിട്ട് അവൻ അത് എടുത്ത് കുളിക്കരുന്നല്ലേ, വേറൊരുത്ത മൂത്രിച്ചാ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കണ്ടുപിടിച്ചവരാണ് നിസ്കാരം ഖളായാൽ, മനഃപൂർവ്വം ഖളായാൽ ഖളാ വീട്ടണ്ടെന്ന് പറഞ്ഞവർ, വിവരമില്ലാത്തവർ. അത്തരം വിവരക്കേടുകൾ പറഞ്ഞിട്ട് അതിനെ പണ്ഡിതന്മാര് ചോദ്യം ചെയ്യുമ്പോ, വ്യക്തമായ തെളിവ് വെച്ച് ചോദ്യം ചെയ്യുമ്പോ, അവരെ ജനങ്ങൾക്കിടയിൽ ഇൻസൾട്ടാക്കാൻ എന്തുണ്ട് പരിപാടി നോക്കി നടക്കുകയാണ് എല്ലാ പുത്തൻവാദികളും. അതിലാരും പെട്ടുപോകരുത് എന്ന് മാത്രം ഞാൻ ആ വിഷയത്തിൽ പറയാണ്. വേറെ 1000 വിഷയം ആ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ പള്ളികൾ നിർമ്മിച്ചതെന്തിനാണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. പള്ളിയിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, പടച്ചവനോട് കാരുണ്യം ചോദിച്ചുകൊണ്ട് കടക്കണം, വലത്തെ കാലെടുത്ത് വെച്ച് കടക്കണം. പള്ളിയിൽ കടന്നാൽ പിന്നെ അനാവശ്യ സംസാരമൊന്നും പാടില്ല. പള്ളിയിൽ 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ നോക്കണം. പള്ളിയിലിരുന്ന് ഖുർആൻ ഓതണം, ദിക്റ് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, നല്ലത് പറയണം, ഇൽമു പറയണം. നല്ല കാര്യങ്ങളല്ലാതെ പള്ളിയിൽ വെച്ച് ചെയ്യാൻ പാടില്ല. പള്ളി അല്ലാഹുവിനെ ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്
എന്ത് ബിസിനസ് ഉണ്ടായാലും ജോലി ഉണ്ടായാലും അവരെ തടയൂല. അങ്ങനത്തെ നല്ല പുരുഷന്മാര് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു. റിജാലുൻ, പുരുഷന്മാർ. കാരണം സ്ത്രീകള് പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പോകേണ്ടവർ അല്ല. സ്ത്രീകൾക്ക് അത് അല്ലാഹു തആല ഫർളും സുന്നത്തും ആക്കിയിട്ടില്ല. സ്ത്രീകൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്തു. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാണ് കൂടുതൽ കൂലി തരും. സ്ത്രീകൾക്ക് എത്ര സുഖമായി പോയി. സ്ത്രീകൾ വന്നാ എന്താവും മുസ്ലിയാരെ? സ്ത്രീകൾ അങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം അപകടമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 മണിക്ക് സുബിയാകുകയാണ്, 4:45 ഒരു ചെറുപ്പക്കാരൻ ടോർച്ച് അടിച്ച് അല്ലെങ്കിൽ ടെലിഫോണിലുള്ള ലൈറ്റും ഇങ്ങനെ കത്തിച്ചിട്ട് വരികയാണ്. പള്ളിയിലേക്ക് ഒറ്റക്ക് ദിവസം വരികയാണ് 4:45. വല്ല കുഴപ്പമുണ്ടാവോ? ഒരു 18-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ വല്ല കുഴപ്പമുണ്ടാവോ? നേരെ മറിച്ച് രാവിലെ തന്നെ ഒരു 18-20 വയസ്സുള്ള ഒരു പെൺകുട്ടി രാവിലെ തന്നെ ഇങ്ങനെ വരികയാണ്, ആരും ഇല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ വരികയാണ്. എന്തായിരിക്കും അപകടം? പറയേണ്ടിയുണ്ടോ? ഇതിന് എത്ര വ്യത്യാസമുണ്ട്. ഇതായിരിക്കാ തിരിയാത്തത്. അപ്പൊ സുഹൃത്തുക്കളെ, ഫീഹി റിജാൽ, ഖുർആനിൽ അല്ലാഹു പറയാണ് അവിടെ പുരുഷന്മാരുണ്ട്. യുഹിബ്ബൂന അയ്യതതഹറൂ, അവര് സംശുദ്ധി ഉദ്ദേശിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരാണ്. വൃത്തികേടുള്ളവരല്ല. മനസ്സിന് വൃത്തികേടില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അവരുടെ ഖൽബ് നല്ലവരാണ്. അവരുടെ ശരീരവും വൃത്തിയാണ്, വൃത്തിയോടെ ജീവിക്കുന്നവരാണ്. അഹങ്കാരമില്ല, അഹംഭാവമില്ല, എന്തുകൊണ്ടും നല്ലവരാണ്. അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരായത്തിൽ കാണാം. ഇവിടെ അള്ളാഹു പറയാണ് ഫീഹി റിജാലുൻ, അവിടെ പുരുഷന്മാരുണ്ട്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സലാത്തി വഈതാഇസ് സക്കാത്ത്. അവരെ ദുനിയാവിന്റെ തിരക്കുകളോ ജോലികളോ ബിസിനസ്സുകളോ അവരെ നിസ്കാരത്തിൽ നിന്ന് തടയുന്നില്ല, ദിക്റിൽ നിന്ന് തടയുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവർ പടച്ചവന്റെ കോടതിയെ ഭയപ്പെടുകയാണ്. ദുനിയാവിൽ ജീവിച്ച് മരിച്ചാൽ പോരല്ലോ, മരിച്ചു ചെന്നാൽ ഖബറിൽ കിടക്കണമല്ലോ. അവിടെ നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ കോടതിയിലെത്തണമല്ലോ. ആ ചിന്തയിലാണവർ. അതുകൊണ്ട് തന്നെ അവർ പള്ളിയിൽ വരുന്നു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നാളെ സുബഹിക്ക് ഈ പള്ളിയിൽ എത്ര ആളുകൾ ജമാഅത്തിന് വന്നിട്ടുണ്ട് എന്ന് നമ്മളെ പള്ളിയിലെ ഇമാമിനെ വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ ഒരു നല്ല മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് സുബഹിക്ക് എല്ലാവരും പള്ളിയിൽ വരണം. ജമാഅത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത് സുബഹിന്റെ ജമാഅത്താ, പിന്നെ ഇശാഇന്റേതാണ്. ആ ജമാഅത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്ത് നിസ്കരിച്ച് പോയവൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. ഹദീസിൽ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ഇത്തികാഫ് ഇരിക്കണം, സൽക്കർമ്മങ്ങൾ നടത്തണം. സ്ത്രീകൾക്ക് അവരുടെ പ്രയാസങ്ങൾ കണ്ടതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇളവ് കൊടുത്തു. അവർ അങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കണ്ട, അവരെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അവരെ വീടാണ് അവർക്ക് നിസ്കരിക്കാൻ ഖൈറ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പുത്തൻവാദികളേറെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹമടക്കം ഈ ഹദീസ് എടുത്തു പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് വീടാണ് ഖൈറ് എന്ന്. മാത്രമല്ല ആ ഹദീസ് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിലാണ് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞതെങ്കിൽ ഇബ്നു തൈമിയ്യക്ക് അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അയാൾ മുത്തഫഖുൻ അലൈഹി എന്നാണ് ആ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസ് അല്ല. പിന്നെ മുത്തഫഖുൻ അലൈഹി എന്നതിന് ആർക്കും വലിയ തർക്കമില്ല എന്നാണ് അയാൾ ഉദ്ദേശിച്ചെങ്കിൽ കുഴപ്പമില്ല. ഇബ്നു തൈമിയ്യ വലിയ പണ്ഡിതനാണ് എന്ന് പറയുമ്പോഴേക്ക് അയാൾ പറഞ്ഞു ഒക്കെ അങ്ങനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാനൊന്നും സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കിട്ടൂല. ഒരാൾക്ക് വിവരമുണ്ട് വിചാരിച്ചു. അയാൾ വിവരമുള്ളതുകൊണ്ട് കുറെ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൽ മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതലുണ്ട് നമ്മളെ നാട്ടില്, മരിച്ച മയ്യത്തിനെടുക്ക ഖുർആൻ ഓതലുണ്ട് നമ്മളെ നാട്ടില്. അത് പണ്ടേ നടക്കുന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എത്ര ഖത്മാണ് ഖുർആൻ ഓതിയത്. 20ാമത്തെ ദിവസം എത്ര സംഖ്യയാണ് അവിടുത്തെ ഖബറിന്റെ അടുക്കുന്ന സംഭാവന കൊടുത്തത്. അതേപോലെ ഓരോ ഇമാമിങ്ങളും മരിക്കുമ്പോ എത്ര ഖത്മുകളാണ് ഓതി തീർത്തത്.
ഓ സുഹൃത്തുക്കളെ, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ മഹല്ലി ഇമാമിനെ കുറിച്ച് ഇബ്നു ഹജർ ഹൈതമി പറയൽ ശാരിഹുൽ മുഹഖഖ് എന്നാണ്. ആ മഹല്ലി ഇമാം സ്വന്തം ഉസ്താദിന്റെ വഫാത്ത് നടന്നപ്പോ കുറെ ആളുകളെ കൂട്ടിയിട്ട് ഖത്മുകൾ ധാരാളം ഓതി തീർത്തു. ഇമാം സഹാബി രേഖപ്പെടുത്തിയത് കാണാം. കാരണം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെയും ആരും ഇകഴ്ത്തി പറയണ്ട. ആ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ ഉസ്താദിന്റെ ഉസ്താദാണ്. സുഹൃത്തുക്കളെ, മഹാപണ്ഡിതനാണ്. അവരാരെയും ആരും മികഴ്ത്തി പറയണ്ട, എല്ലാവരും മഹാന്മാരാണ്. എന്നാൽ ഇബ്നു തൈമിയ തന്നെ അവിടുത്തെ ഫതാവയിൽ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് തന്റെ ഫതാവയിൽ പറയുന്നുണ്ട്, അതാ ആരെങ്കിലും മയ്യിത്തിന്റെ പേരിൽ സദഖ ചെയ്താൽ ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം, മയ്യിത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നവരും ഓതാത്തവരും അങ്ങനത്തെ ആളുകളുടെ പേരിൽ മൻ തസദ്ദഖ അലൽ മയ്യിത്തി അനിൽ മയ്യിത്തി, മയ്യിത്തിന്റെ പേരിൽ വല്ലവനും ധർമ്മം ചെയ്താൽ അതേ യൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ല, മയ്യിത്തിന് അതുകൊണ്ട് ഉപകാരം കിട്ടും. ഈ പറഞ്ഞ അതാ ശരി പറഞ്ഞു ഇബ്നു തൈമിയ അവിടെ. പക്ഷെ അത് സ്വീകരിക്കാൻ പുത്തൻവാദികൾ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ തടയും, സദഖ ചെയ്യുമ്പോൾ അവർ തടയും. അവിടെ ഇബ്നു തൈമിയ പറഞ്ഞ ശരിയൊന്നും അവർ സ്വീകരിക്കൂല, തെറ്റ് മാത്രം സ്വീകരിക്കുന്ന ഒരു കൂട്ടരായി പോയി. ആ സലഫികളുടെ ഗതികേട് പറയണോ? ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻകാല പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് പോലെ കാനോ യസ്തഹിബ്ബൂന യുത്അമാനിൽ മയ്യിത്ത് സബഅത അയ്യാം, 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ മഹാന്മാരായ സഹാബത്ത് ഭക്ഷണം കൊടുത്തിരുന്നു. അത് സുന്നത്താണെന്നവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതൊന്നും തന്നെ പുത്തൻവാദികളെ വാക്ക് കേട്ട് മുസ്ലിമീങ്ങൾ കൈയൊഴിക്കരുതേ. മരിച്ചവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. ഇപ്പോൾ ക്ലിപ്പിന്റെ കാലമാണ്. ഈ അടുത്തൊരു മുസ്ലിയാരെ ക്ലിപ്പ് കേട്ടു ഞാൻ. അദ്ദേഹം മയ്യത്തിന്റെ കൂടെ ദിക്റും ചൊല്ലി പോകുമ്പോൾ ഒരൽപ്പം ശബ്ദമായി പോകുന്നതിന് വല്ലാണ്ട് ബേജാറാവുകയാണ്. അങ്ങനെ ബേജാറൊന്നും ആകണ്ട. മഹാനായ ഇമാം ബുജൈരിമി പറഞ്ഞത് എന്താണ്? ഉറക്ക ദിക്റ് ചൊല്ലി മയ്യത്ത് കൊണ്ടുപോവുക എന്നത് പതിവായ നാട്ടിൽ അത് കൈയൊഴിച്ചാൽ മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. അതുകൊണ്ട് ഉറക്ക തന്നെ ദിക്റ് ചൊല്ലി കൊണ്ടുപോകൽ അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ തന്നെ അത് വിദൂരമല്ല. കാരണം ദിക്റ് ചൊല്ലാതെ മയ്യത്ത് കൊണ്ടുപോകുന്നത് മയ്യത്തിനെ നിസ്സാരപ്പെടുത്തലാണ്. അങ്ങനെയൊക്കെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിതാബിന്റെ ഒരു തല നോക്കിയിട്ട് മറ്റേ തല നോക്കാതെ ആരും അതാ ഞാനും സുന്നിയാണെന്ന് പറഞ്ഞ് മതം പറയാൻ ഒരുങ്ങരുത്. നന്നായി പഠിച്ചിട്ടേ പറയാവൂ. പറഞ്ഞിട്ട് കുളത്തിലാക്കരുത് എന്ന് വിനയപൂർവ്വം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയും മുസ്ലിമീങ്ങൾ കാണുന്നതൊക്കെ കേട്ട് പിഴച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അത് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ നിങ്ങൾക്കും നിങ്ങളെ പിൻഗാമികൾക്കും തൗഫീഖ് നൽകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും റബ്ബ് വലിയ പ്രതിഫലം നൽകട്ടെ. സുഹൃത്തുക്കളെ, നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഖാഫി പറഞ്ഞില്ലേ, ഓരോ നിസ്കാരവും നിർവഹിക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകൂല എന്ന് വിചാരിച്ച് നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് നബിയേ എനിക്കൊരു വഅദ് പറഞ്ഞു തരണേ, അതൊന്ന് ചുരുക്കി പറയണേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് തന്നെ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോ, ഇനിയൊരു നിസ്കാരത്തിൽ ഞാൻ ഉണ്ടാകൂല എന്ന ധാരണയിൽ നിസ്കരിച്ചോ. സുഹൃത്തുക്കളെ,
സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കരുത്. ഖളാ ആയി പോയിട്ടുണ്ടെങ്കിലോ അത് ഖളാ വീട്ടിയേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, പടച്ചവന് കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടൽ ഏറ്റവും ആവശ്യമാണ്. നോമ്പ് ഖളാ ഉള്ളവർ നോമ്പ് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ ഉള്ളവർ അവർ ഖളാ വീട്ടണം. പക്ഷേ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല ആരെങ്കിലും യാത്രയിലോ അല്ലെങ്കിൽ രോഗത്തിലോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു സമയത്ത് നോമ്പെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നോമ്പ് മനഃപൂർവ്വം ഖളാക്കിയാൽ അവൻ പിന്നെ നോൽക്കേണ്ടതില്ല എന്നല്ലല്ലോ. അതുപോലെ ഖളാ ആയി പോയ നിസ്കാരം അത് മനഃപൂർവ്വം ഖളാ ആയാലും അല്ലാതെ ഖളാ ആയാലും മുഴുവൻ നിസ്കാരവും ഖളാ വീട്ടിയേ പറ്റൂ. അവനവന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ സമയം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണല്ലോ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മനഃപൂർവ്വം ഖളായാൽ ഖളാ വീട്ടേണ്ടതില്ലെന്നാണല്ലോ ഇബ്നു തൈമിയ പറഞ്ഞത്. ഇബ്നു തൈമിയ പറഞ്ഞ ആ വാക്കിനെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും വലിച്ചെറിഞ്ഞതാണ്. അത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല. ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറയുമ്പോഴേക്ക് ഇബ്നു തൈമിയ നല്ല ആളായി പോയി എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹത്തിന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അബദ്ധം കാരണത്താൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങളും ഖാദിമാരും ജഡ്ജിമാരും അദ്ദേഹത്തെ ജയിലിലടക്കാൻ വേണ്ടി വിധിച്ചു. മരിക്കുന്നത് വരെ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് മരിച്ചു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ഖാദിയും ജയിലിലടക്കാൻ വേണ്ടി വിധിച്ചിട്ടില്ല. ഒരു ഖാദിയും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് നിസ്സാരപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഒരു ഇമാമും സംസാരിച്ചിട്ടില്ല. മഹാനവറുകൾ വഫാത്തായപ്പോൾ സുബ്ഹാനല്ലാഹ് മയ്യിത്ത് തൊടാൻ കിട്ടാത്തത് കൊണ്ട് ടവ്വല് കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് അത് ആ ടവ്വല് ചുംബിക്കുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്തത്. അവിടെ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് അവിടെ മക്ക ശരീഫിൽ ആണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ആ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴുണ്ടായ ജനങ്ങളെ കാരണത്താൽ നടക്കാൻ കഴിയാത്തവരുണ്ട്. മയ്യിത്ത് കഴിഞ്ഞ് തിരിച്ചു മറമാടി തിരിച്ചു വരുമ്പോൾ അവിടെ എത്ര ചിരിപ്പുകളാണ് ആളുകളുടെ തിരക്ക് കൊണ്ട് അവിടെ വീണ് നഷ്ടപ്പെട്ടു പോയത്. ഇതൊക്കെ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആരും ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ ഇകഴ്ത്തി സംസാരിക്കണ്ട, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കുറച്ച് കാണണ്ട, ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ കുറച്ച് കാണണ്ട. നമ്മളെ ഇമാമിങ്ങൾ ആരും കുറച്ച് കാണണ്ട. അങ്ങനെ കുറച്ച് കണ്ടുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും ബിദ്അത്തിന്റെ ആശയം പ്രചരിപ്പിക്കാമെന്ന് തോന്നലുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അതേ സുഹൃത്തുക്കളെ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ. യൗമ തജിദു കുല്ലു നഫ്സിൻ, ഓരോ ശരീരവും എത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ഖൈറായ കാര്യങ്ങൾ ചെയ്തതാണോ അത് മുഴുവനും പടച്ച റബ്ബിന്റെ കോടതിയിൽ എത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. തെറ്റ് ചെയ്തവനെ തെറ്റും കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ ഈ തെറ്റ് ഞാൻ ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് ഖേദിക്കുന്ന സമയവും വരാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം, ഭർത്താവിനെ അനുസരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ മറക്കേണ്ട സ്ഥലങ്ങൾ മറക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ഇന്ന് പല പെൺകുട്ടികളും തലമറക്കുന്നത് കാണുന്നില്ല. മറക്കുകയാണെങ്കിൽ തന്നെ മുടിയുടെ മുൻഭാഗം മറച്ച് പകുതി മാത്രമാണ് മറച്ചു കാണുന്നത്. ഇത് പച്ച ഹറാമാണ്. അങ്ങനെ ഇറങ്ങി നടക്കുന്നതൊരിക്കലും ശരിയല്ല കേട്ടോ.
ഒരു പണ്ഡിതനും തലമറക്കാതെ ഇറങ്ങാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല, മാറുമറക്കാതെ ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. നരകത്തിലാണെന്ന് നബിതങ്ങൾ പ്രഖ്യാപിച്ച രണ്ട് കൂട്ടരിൽ ഒന്ന് നിസാവും കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ. അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ച് ഭംഗി കാണിച്ച് നടക്കുന്ന സ്ത്രീകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വയസ്സായ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ നന്നായി മറച്ച് നടക്കുമ്പോൾ അതേ 14, 15, 16, 17, 18 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികള്, അത് കുട്ടികളല്ല കേട്ടോ, അത് മുസ്തഹാത്തായ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമുള്ള പെണ്ണാണ്. അത്തരം സ്ത്രീകൾ തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ ജനങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങളുമായി അന്യപുരുഷന്മാരുമായി സമ്പർക്കം പുലർത്തുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതല്ല, ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നബിതങ്ങൾ പറഞ്ഞത് സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടര് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. അർഹുമാം, എന്റെ കാലത്ത് ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിന്നീട് അവർ വരും എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ യുവതികൾ തലമറക്കാതെ മാറുമറക്കാതെ ഇറങ്ങി നടക്കുകയാണ്. എന്തൊരു പച്ച ഹറാം! ഓ സഹോദരിമാരെ, സ്വർഗവും നരകവും വിശ്വസിച്ചില്ലേ നമ്മൾ ആദ്യം നമ്മളെ കാര്യം ശരിയാക്കണ്ടേ. അള്ളാന്റെ റസൂല് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോ, അതാ ഖൈർ എന്ന് പറയുമ്പോ അവിടെ പിന്നെ സംശയം ചോദിക്കാൻ വരികയാണ്. വിവരമില്ലാത്തവൻ ചോദിക്കുന്ന ആരോട്? വിവരമില്ലാത്ത ആളോട്. അങ്ങനെയാണോ? അള്ളാഹുവിന്റെ ദീൻ അതിവിടെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? തലമറക്കാതെ മാറുമറക്കാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഏർപ്പാട് മുസ്ലിം സ്ത്രീകൾക്കുണ്ടാകാൻ പാടില്ല. അവരാവശ്യത്തിന് വേണ്ടി ജോലിക്ക് പോകാം, അവർ അത്യാവശ്യത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ ആവശ്യമില്ലാതെ അവർ ഒരു രംഗത്തും വരാൻ പാടില്ല. ദീനിന്റെ നിയമമായി പറയാതെ നിർവാഹം ഇല്ല. പുരുഷന്മാരോട് ഞാൻ പറയുന്നു, ഞാൻ ഇന്ന് രാവിലെ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങളുടെ തഹ്ഫ ഓതിക്കൊടുത്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് അവകാശം കിട്ടാനുള്ളതുപോലെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, സ്ത്രീകളിൽ നിന്ന് ഇങ്ങോട്ട് അവകാശം കിട്ടാനുള്ളതുപോലെ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്കും അവകാശം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഭാര്യ നന്നായി ചമഞ്ഞു ഒരുങ്ങി നല്ല അത്തറൊക്കെ പരട്ടിയിട്ട് എന്റെ അടുത്ത് വരണമെന്നാണ് എന്റെ താല്പര്യം, അതെന്റെ ഒരു അവകാശമാണ്. അതേപോലെ തന്നെ ഞാനും അവളടുക്കൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിഞ്ഞ്, അതേ ആദ്യം കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്തറൊക്കെ പുരട്ടി പൗഡറൊക്കെ ഇട്ടിട്ടാണ് ഭാര്യന്റെ അടുത്ത് പോകേണ്ടത്. കാരണം അവർക്കുണ്ട് അവകാശം, എനിക്ക് മാത്രമല്ല. ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചത് അങ്ങനെയാ. ചില പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ നമ്മളെടുത്ത് വരുമ്പോൾ നല്ല അണിഞ്ഞൊരുങ്ങി വരണം, നമ്മൾ വെറും ഒരു തോർത്തുകൊണ്ട് കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് നാർന്ന രൂപത്തിൽ പോകും. അങ്ങനെ പോകാൻ പാടില്ല. ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ചില സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ, അടുക്കളയിൽ അങ്ങനെ തന്നെ വരും ഭർത്താവിന്റെ റൂമിലേക്ക്. നേരെ പറിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് പോകുമ്പോ ഉള്ള എല്ലാ പൗഡറും ഇട്ട് എല്ലാ അത്തറും പരട്ടിയിട്ട് കല്യാണത്തിന് പോകും. പച്ച ഹറാം. അത് സ്വന്തം ഭർത്താവിന്റെ അടുത്ത് പോകുമ്പല്ലേ അങ്ങനെ പോകേണ്ടത്. നേരെ തല തിരിച്ചാക്കിയിരിക്കുക. ദീനിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞില്ല എന്നും പറയണ്ട, നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനൊന്നും കഴിയില്ല. അല്ലാഹുവിന്റെ ദീൻ ഉള്ളതുള്ളതുപോലെ പറയാനാണ് പണ്ഡിതന്മാർക്ക് നിർദ്ദേശം. അത് മൂടിവെക്കാനുമല്ല,
പകുതി മൂടി വെച്ചിട്ട് പറയാനുമല്ല, തീർത്തും പറയാനാണ്. അത് ജൂതന്മാരെ പരിപാടിയാണ്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സഅത ലബീസ മാ കാനൂ യസ്നഊൻ. ജൂത ക്രിസ്ത്യാനികളെ പണ്ഡിതന്മാർ ഉള്ളത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ മുമ്പിൽ വേണ്ടതുപോലെ പറഞ്ഞില്ല, അതുകൊണ്ട് അവർ ചെയ്ത് വളരെ മോശമായി പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ വഴിയിൽ പോകുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അതങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നടക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ